നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചേട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടായി തന്നെ ഇന്നലെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് എനിക്ക് സർപ്രൈസ് അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടോ? അതിനുള്ള കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും അങ്ങനെ പഠിച്ചു അത് ഞാൻ കുടിച്ചിട്ട് വന്നതിന് ചെയ്യാൻ വേണ്ടിട്ട് പടാൻ തന്നെ കാണിച്ചു ചോദിച്ചതാ. ഓക്കെ, സന്തോഷം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനായിട്ട് നിൽക്കുക അല്ലേ? നമ്മളൊരു ഒരാളുടെ ഒരു ബന്ധുവിന്റെ എന്ന് പറയാം, ബന്ധു തന്നെ പറയാം, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ ഒരു ഹൗസ് വാമിംഗ് ആണ്. അതിനാണ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ പോകാ. പക്ഷേ വോയിസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടം തോന്നി. അപ്പം ഞാൻ എത്ര ദിവസമായോ പാവോ അത് കണ്ടുകൊണ്ട് വിളിക്കാറുണ്ടെന്നറിയാം. നമ്മുടെ അടുത്തല്ലേ, നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ വലിയ ദൂരമില്ല. നമ്മുടെ വെള്ളയാംകുടി കഴിഞ്ഞ് കുറച്ചും കൂടെ കയറി പോകണമെന്നാണ് ലൊക്കേഷൻ കിട്ടുന്നുണ്ട്. പോയിട്ട് പറയാതെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ അടുത്തൊക്കെ ആയതുകൊണ്ട് ദൂരെയൊക്കെ ആണെങ്കിലും നമുക്ക് പാടൊക്കെ വരത്തുള്ളൂ. ഇത്ര തൊട്ടടുത്താകുമ്പോൾ നമുക്ക് വിളിച്ചാൽ നമുക്ക് പോവാം. സന്തോഷത്തോട് പങ്കെടുക്കുക. അപ്പൊ നമുക്കൊരു സന്തോഷമാകും, നിങ്ങൾക്കൊരു സന്തോഷം. സത്യം. നമ്മുടെ ഫാമിലി ഉള്ളവരുടെ ഒക്കെ കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നുള്ളത് അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ ജോണിന്റെ വണ്ടിക്കാണ് പോകുന്നത്. ജോൺ ഇപ്പൊ വരും. എന്നിവിടെ ഒരു സ്കൂട്ടി പോകും. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ചെവിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് എന്നോട് പ്രത്യേക ഡോക്ടർ പറഞ്ഞ് ഇത് സ്കൂട്ടി യാത്ര പാടില്ല എന്ന് പറഞ്ഞില്ല. സ്കൂട്ടി ഞങ്ങൾ പോയത്. സ്കൂട്ടി പോലുള്ള ദൂരേ ഉള്ളൂ, നല്ല വഴി. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്താ ഇരുന്നത് ഇത്രയും ദിവസം. ഒരു 2 മാസം മുമ്പ് തുടങ്ങി വിളി തുടങ്ങിയതാ. അന്നേരമൊക്കെ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്താ ഇരുന്നത്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഈ ചെവിയുടെ ഒരു പ്രശ്നം. ഒന്നാമത് ഭയങ്കര തണുപ്പ്. അതന്നെയല്ല, ഇച്ചിരി നേരം ഞാൻ ഓടിച്ചിട്ട് വരുമ്പോ കയ്യിലും നീർവന്നേ. ഇപ്പം ഈ കാറ്റ്, നമ്മുടെ ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞൊരു രക്തം പറ്റിക്കുന്ന കാറ്റ്, ശരീരം വലിയും. ശരിയാ ഇപ്പൊ കുറവുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെയൊക്കെ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഇവിടെ എല്ലാം ഇങ്ങനെ വരിഞ്ഞ് മാറ്റാൻ മത്തി വറക്കാൻ എടുക്കുന്ന പോലെ ഇരിക്കും. അതിനകത്ത് അന്ന് വാസലി തന്നെ അങ്ങനെയുള്ള സംഗതിയൊക്കെ തേക്കുന്നത്. അത് ഇപ്പോഴല്ല ഈ ഗ്ലിസറിനും അങ്ങനെ മറ്റേ ക്രീമൊക്കെ അന്ന് ക്രീമൊന്നും ഇല്ലല്ലോ. അന്ന് മറ്റേ മെഴുകുതി ഉരുക്കി ചാലിച്ച് എടുക്കുക, അത് തേക്കുക. ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ കൈയുടെ വെള്ളം എല്ലാം പൊട്ടുമായിരുന്നു ഇങ്ങനെ. പക്ഷെ എനിക്കൊന്നും കയ്യിൽ കൊടുത്തില്ല, ചുണ്ട് മാത്രം പൊട്ടുമായിരുന്നു. ഇപ്പം കാറ്റ് കുറഞ്ഞു, ഒത്തിരി കാറ്റ് കുറഞ്ഞു, തണുപ്പും കുറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമില്ല. എങ്കിലും ഈ വരണ്ട കാലാവസ്ഥ വരത്തില്ല. അതാണ് ഇപ്പോഴത്തെ ഈ ആറ്റിലെ വെള്ളം വരെ പറ്റുന്ന ഒരു സമയം. ഉച്ചയ്ക്ക് പോലും തണുപ്പായിരിക്കും. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് കട്ടപ്പന പോയിട്ട് ഒരു ഇച്ചിരി കുഞ്ഞി താമസമുണ്ട്. നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ്. അതെ, ഒരു സന്തോഷം. നമ്മുടെ ഒരു എന്നാ പറയുന്നത്, നമ്മളവിടെ ചെന്നതിന്റെ ഒരു കുഞ്ഞി സമ്മാനം മേടിക്കണം. അതിന് കട്ടപ്പന ഇച്ചിരി സമയം എടുക്കും. പിന്നെ അടുത്തല്ലേ, പിന്നെ നമ്മുടെ കട്ടപ്പന ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. കട്ടപ്പന ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഫെസ്റ്റാണ്. എല്ലാ വർഷവും കഴിഞ്ഞ വർഷം നമ്മൾ പോയായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയത് പകല് പോയിട്ട് ഫെസ്റ്റ് കാണാൻ ഒന്നുമില്ല. ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ചുമ്മാ ഇവിടെ കയറി ഇറങ്ങി പോരാന്നുള്ളത്. ഇവിടെ കൊടുത്തിട്ട് കയറി ഇറങ്ങി പോരാ, അല്ല വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ, തണുപ്പ് കുറവുണ്ടെങ്കിൽ, കട്ടപ്പനയൊക്കെ ഭയങ്കര തണുപ്പുള്ള പ്രദേശമാണ്. തണുപ്പ് കുറവുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് കയറി ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിക്കും. നമ്മളിന്ന് ഉച്ച ലീവല്ലേ, ഉച്ചവരെ കടയിൽ പോയുള്ളൂ. ഉച്ചയായപ്പോഴത്തേക്കും 1 മണിയാകുമ്പോൾ വന്നു. അപ്പം അതുകൂടെ ഒന്ന് പോയി നോക്കി കണ്ട് ഒക്കെ വരാം. അപ്പൊ നമുക്ക് ജെസിനെ ഫാമിലിനെ കാണുന്നതിന്റെ ഒരു ത്രില്ലിലാണ് ശരിക്കും പറഞ്ഞത്. അതെന്റെ മുഖത്ത് ശരിക്കും അറിയാം കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ പണ്ട് ഒരു 2 വർഷം മുമ്പ് നമ്മൾ എറണാകുളത്ത് ഒരിടത്ത് പോയായിരുന്നു, ശ്യാമിന്റെ കല്യാണത്തിന് പോയപ്പോഴത്തേനും. അപ്പൊ ചേട്ടൻ ചെടി നിനക്ക് പരിചയമുണ്ടോ എന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴല്ലേ അപ്പൊ അന്ന് നമ്മളെ മനസ്സിലാക്കി, നമ്മളെ സ്നേഹിച്ച്, നമ്മളോട് ചേർന്ന് നിന്ന്, നമുക്ക് എന്തെങ്കിലും സങ്കടമുള്ളപ്പോഴും നമ്മളെ വിളിക്കും, സന്തോഷമുള്ളപ്പോഴും നമ്മളെ വിളിക്കും. അതാണ് ആപത്തിലും സന്തോഷത്തിൽ നമ്മൾ തോറ്റു വിചാരിച്ചിരിക്കലും വിചാരിച്ചിരുന്നാൽ അവിടെ ജീവിതം തീരുക. തോറ്റില്ല, നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾ ആരാന്ന് മനസ്സിലാവും. സത്യം. അപ്പൊ എല്ലാ തമ്പുരാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ ആ ഫാമിലിക്ക് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ പോവാട്ടോ. അപ്പൊ നിങ്ങളുടെ സാന്നിധ്യവും നമ്മളല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല പോകുന്നത്. സമ്മാനം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നമ്മുടെ ഫാമിലിയുടെ മൊത്തം ഫുൾ സപ്പോർട്ടും ഫുൾ പ്രാർത്ഥനയും അതിന്റെ എല്ലാവരും കൂടി വലിയ ആൾക്കാരുടെ ചെറിയ. അപ്പൊ നമുക്ക് പോയാലോ? അപ്പം നമുക്ക് എല്ലാവർക്കും പോയിട്ടില്ല. നമ്മൾ പൊക്കോട്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടായി ഇരുപണ്ട് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെവിയിലൊക്കെ വെച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ബെഡിന്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ബെഡ് മേടിക്കണമെന്ന്.
രസമുണ്ട് കാണാനായിട്ട്. വഴി വേണത് ഇപ്പം നല്ല അടിപൊളിയായി ജോണേ, സെറ്റായി. ജോണൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ജോണിൻ്റെ അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പം ഫാദർ കണ്ടപ്പോൾ അതിനൊക്കെ പോയിട്ട് അവൻ താമസിച്ചു പോയി. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഇരിക്കുക, വിശന്ന് തളർന്നു കൂത്തി ഇരിക്കുക. അതുകൊണ്ട് മിണ്ടുന്നൊന്നുമില്ല. വിശന്നിട്ട് സൗണ്ട് വരുന്നില്ല. അതെ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു പരപ്പേന്ന് കഴിക്കുന്നത്. വിശന്ന് പോകണ്ടേ അതെ അതെ. ജസീസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കയറി താമസം വിട്ടിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇന്നലെ പോലെ പട്ടടിയായിരുന്നു അല്ലേ. എന്ത് ദൈവമേ. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ, വെള്ളയാങ്കുടി വഴി. അപ്പം നമ്മൾ ഏതായാലും ഗിഫ്റ്റ് വാങ്ങിക്കണം. ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല അടിപൊളി എന്തെങ്കിലും ഒരു നമ്മളെ കൊണ്ടാകുന്ന ഒരു കുട്ടി ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചെടുക്കാം അല്ലേ, നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം വണ്ടി തിരക്കാണ് കേട്ടോ. സൗണ്ട് ജെസിക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് കയറിയേക്കാണ് കേട്ടോ. ഏതെടുക്കണമെന്ന് മൊത്തം കാണുമ്പോഴത്തേക്ക് ഏതെടുക്കണമെന്ന് അറിയത്തില്ല. ചാനലുണ്ട്, ചാനലുണ്ടോയെന്ന് അമ്മ ചോദിച്ചാൽ കേട്ടോ. ഓ, ആപ്പിൾ ട്രീ ഒക്കെ ചേട്ടായി കൊണ്ട് നോക്കുന്നുണ്ട്. ഞാൻ ഒരു ഫ്ലവർ വേസോ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ രൂപമൊക്കെ മേടിക്കാമെന്നൊക്കെയാണ് മനസ്സിൽ പ്ലാന്. അതിനാ അല്ലേ മന നീലയ്ക്ക് 1100? നല്ല രസമുണ്ടല്ലേ. നോക്കാം, നമുക്ക് നോക്കാം ഏതാ എടുക്കേണ്ടത്. ഫിക്സായെന്ന് പറയണ്ട. ഏത് ഇതോ മോനെ? 200. അതെ, പൊക്കം കൂടുമ്പോൾ വില കൂടും. അപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ ഒരെണ്ണം മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടായി പറഞ്ഞു നമുക്ക് പൂ മേടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പൂ മേടിക്കാനായിട്ട് പോയി കാണാം കേട്ടോ. കോക്കറി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലൂടെ വന്നേക്കുന്നത്, അടിപൊളി. അയ്യോ, നമ്മളിവിടെ നിന്ന് നാളെ സ്റ്റൗവൊക്കെ മേടിച്ചില്ലേ. ഏതാ ചേട്ടായി? അതിൻ്റെ ഇഷ്ടമുള്ള എടുത്തു ചേട്ടാടെ ഇതിന് വിട്ടേക്കുന്നു. ചേട്ടാ ജോണേ, ഇത് എന്നോടോ ജോണേ? നല്ല അടി. ആപ്പിൾ മരോ? ആപ്പിൾ മരോ ഓറഞ്ച് മരോ ഒക്കെ വേണമെങ്കിൽ ഇതായിട്ടിരിക്കുന്നത്. അതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ജോണിനെ കണ്ടില്ല, ജോണിനെ മിസ്സിങ്. ജോണിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ ഈ കടയിൽ. ആ കടയിൽ അവൻ്റെ കൂടെ നടപ്പുണ്ട് കേട്ടോ. അവൻ്റെ കൂടെ നടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യണോ കണ്ടില്ല. ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാത്തിൻ്റെ കൂടെ. അപ്പം ഞാൻ വോയിസ് ചിലപ്പം കൊടുക്കേണ്ടി വരുമായിരിക്കും. ജോണിനെ മിസ്സിങ് ആണല്ലോ. ദേ വന്നേക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോവാം. സമ്മാനമൊക്കെ ദേ കൊണ്ടുവച്ചേക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് കയറി താമസത്തിന് വന്നേക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ വീടാണ് ഇന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞത്. നമ്മുടെ ജെസ്സിയാണ് കേട്ടോ. ഇത് വരുന്നുണ്ട് ജെസ്സി. ജെസ്സിയുടെ മോനാണ്. വേണ്ട ചെയറൊക്കെ എടുത്ത് എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ടോ. ചേട്ടായി ചേട്ടായിക്ക് ചേട്ടനും വന്നപ്പോൾ കസാര പോയോ, നഷ്ടമായി പോയോ? ഇരുന്ന് കാണും. ഇവരെടുക്കാൻ പോയപ്പോഴത്തേനും അല്ലേ. അതിനൊന്നും ഇപ്പം ഇവിടുത്തെ മോളുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. വേണ്ടേ പൊറോട്ട കഴിച്ചു കൊണ്ട് പോകുന്നുണ്ട്. എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. മുട്ടയാണ്, ഓംലെറ്റ് ആണോ? ഓംലെറ്റ് എടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. അപ്പം എല്ലാവരും കഴിക്കുന്നു. പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്കും പോയി കഴിക്കാം. സ്നേഹം, കൂടപ്പുറപ്പ് സ്നേഹം, അതൊരു പ്രത്യേകതയല്ലേ. വീട്ടിലോട്ട് കയറുമ്പം തന്നെ വേണ്ട നമ്മുടെ ഈശോയെ കൊണ്ട്. ഇതാണ് നമ്മുടെ താരം കേട്ടോ. അല്ല സ്വന്തം ആകളോട് വിടല്ലേ. പിന്നെ നോക്കാനാ. ഞാൻ ഒരു ബേബിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ, പോരാ. ചമ്മുടിയൊക്കെ കെട്ടി വെച്ചേക്കാണല്ലോ സുന്ദരിയായിട്ട്. വീടിന്റെ ഓർഡറെ കാണിക്കട്ടെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ജെസ്സിയുടെ ആകള ഓർഡർ. ഇവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് അതാണ് ഹൗസ് വൈഫ് നിൽക്കുന്നുണ്ട്. കട ഇടയ്ക്കൂടെ പക്ഷെ കണ്ടിട്ടില്ല, ആള് കണ്ടിട്ടില്ല. കുഴപ്പമില്ല, അവിടെ നല്ല തിരക്കാ കേട്ടോ. ഫുഡ് കൊടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളുമാണ്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയാണ് കേട്ടോ വീട്. ഇവരുടെ രണ്ടുപേരുടെയും വീടാണ്. ഇത് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ, ജെസ്സി വിളിച്ചിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട്. നല്ല സൂപ്പർ വീടാണ് കണ്ടിട്ട് കേട്ടോ മൊത്തമേ. അതെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തം ഒന്ന് കാണാം അല്ലേ. നല്ല പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റ് ലൈറ്റും കാര്യങ്ങളും. ഇതെന്നാ പറയാ, കറണ്ടിൻ്റെ ഇങ്ങനെ മിന്നുന്നുണ്ട് ഭയങ്കരമായിട്ട്.
അപ്പം എന്നാണേലും രണ്ടുപേരുടെ കഷ്ടപ്പാടിൻ്റെ ഫലം ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതൊക്കെ വീടെന്ന് പറയാൻ പറ്റില്ല. ഓഹോ എടുക്കും ഞാൻ. ഇതാണ് നമ്മുടെ ജെസ്സി കേട്ടോ. ഇനി ബാംഗ്ലൂർ നമ്മൾ പോകുന്നുണ്ട് ഒരു ദിവസം ജെസ്സിയുടെ വീട്ടിലേക്ക്. അപ്പം ഡൈനിങ് ഹാള്, ഇത് ഒരു ബെഡ്റൂം അല്ലേ? കൊണ്ടിട്ടിട്ടില്ല. ഇത് കിച്ചൺ, ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പം എല്ലായിടത്തും അല്ലേ? ആണോ? ഇത് ഓപ്പൺ കിച്ചൺ. അതൊന്നും കുഴപ്പമില്ല, ഇന്നിപ്പോൾ കയറി താമസമല്ലേ ആയുള്ളൂ. അപ്പം നല്ല അടിപൊളി സ്റ്റൗവും കാര്യങ്ങളും. എന്താ ദൈവമേ. കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. ഏതായാലും കഞ്ഞിക്കലൊക്കെ എൻ്റെ സീസണെടുപ്പാണല്ലോ പുക ഇല്ലാത്ത. പുക പിടിക്കല്ലോ, നല്ലതാണ്. പിന്നെ ഇവര് രണ്ട് ആളൊക്കെ പോകുമല്ലോ. അതെ. ഇഷ്ടപ്പെട്ട ഇതിനകത്ത് കേട്ട് ലൈറ്റ് ഡെക്കറേഷനാണ് കേട്ടോ. എന്നോ രസവും നോക്കി, നല്ല അടിപൊളി. അപ്പം ഇനി നമുക്ക് മുകളിലോട്ട് പോവാം അല്ലേ? നട കയറി മടുത്തിരിക്കണോ? ഇല്ലേ? അല്ല ചുമ്മാ. അപ്പം നമ്മൾ മുകളിലോട്ട് കയറി പോവാം കേട്ടോ. ഇത് കണ്ടോ, ഷോക്കേസിലൊക്കെ പൂവും സംഭവങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചേക്കുന്നത്. പാവം എൻ്റെ കൂടെ നട കയറി വരുവാ കേട്ടോ, പാവം. എൻ്റെ ദൈവമേ. അപ്പോൾ പുറത്തെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഒരു തിരക്ക് കഴിഞ്ഞതാണ് കേട്ടോ. നമ്മളിപ്പോൾ 3 മണി കഴിഞ്ഞാൽ വന്നേ, അതുകൊണ്ട് കുറച്ച് ഇത് കുറവുണ്ട്. രാവിലെ ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞല്ലേ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ബാൽക്കണി എന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാവേ. നല്ല ഐശ്വര്യം കേട്ടോ ഇവിടം കാണാനായിട്ട്. ഈ സ്ഥലപ്പേരെന്നാ ചേച്ചി? മുളകരമേട്. നല്ല അടിപൊളിയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ പള്ളിയും കാര്യങ്ങളും, നല്ല കാറ്റും സംഭവമൊക്കെ കിട്ടും. എന്താ പറയുക, നല്ല മലയും കാര്യങ്ങളൊക്കെ അതെ. ഇരുന്ന് കഴിക്കുന്ന കണ്ടോ. നിങ്ങളെ തപ്പിയതാ, മാറിപ്പോയി ചേട്ടാ. ജോഡും ചേട്ടാ ഇരുന്ന് കഴിക്കുന്നുണ്ട് ചേട്ടാ. കണ്ടായിരുന്നു കഴിക്കുന്നത്. അതേ കഴിക്കുന്നത്. ഞാനപ്പോൾ ഓരോന്നിനെ വിളിച്ചു എടുത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ ജെസ്സിയുടെ ഹസ്ബൻഡ് കേട്ടോ, ബാംഗ്ലൂരുള്ള. വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിടിക്കും. വേറെ ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് ജെസ്സിയുടെ മോന്, ഇതാണ് അമ്മ. ഇവരുടെ എല്ലാ ഫോണും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ജെസ്സിയുടെ പരിപാടിയാണ് ഇന്നത്തെ കേട്ടോ. ദൈവമേ, ഫോട്ടോ എടുക്കട്ടെ ഇതും പോലും എല്ലാരെയും വിളിച്ചു ചേർത്തിട്ട് ആരാണ് അതാരത് പറഞ്ഞില്ല. അതും ഒരളിയൻ. ഇതിന് പേര് കൊടുത്തണോ? എവിടെയാ താമസിക്കുന്നത്? അത് പറ. എവിടെയാ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അത് പറ. മേരികുളത്തല്ലേ? ഓക്കെ. അപ്പം എല്ലാരും ഓരോരുത്തരെ പരിചയപ്പെടുക. ഇല്ല, കഴിക്കാം. എന്നാ ചേട്ടാ എവിടെ ചെന്നാലും ചേട്ടാ ഇതൊക്കെ തേടി പിടിക്കുന്നത്. ജോടാ നീ എന്താടാ ഇത് നടക്കിയത്? എല്ലാവർക്കും ഉണ്ട് ഇവിടെ. ലേഡീസും ഫുള്ള് അങ്ങനെയാണ്. അപ്പം അവർ ഫുഡടിക്കുക കഴിഞ്ഞിട്ട് കട്ടൻ ചായ കുടിക്കും കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഫേവറേറ്റ് സാധനം വന്നിട്ടുണ്ട്, പൊറോട്ടയും ബീഫ് കറി കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? സൂപ്പറാണോ? നല്ല ഫുഡായിരുന്നോ? നീ എന്നൊക്കെ കഴിച്ചേ? കപ്പ വേണമെന്നില്ല ആണോ? അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. എൻ്റെ മൂന്നാമത് പോയി നിൽപ്പുണ്ടേ. ഭയങ്കര ഡയറ്റിങ്ങാ. ആദ്യമേ റൈസ്, ഓംപ്ലേറ്റ്, കോഴി, രണ്ടാമത് ശകലം കപ്പ, മീൻ, മൂന്നാമത് ലൈവായിട്ട് മസാല ദോശയ്ക്ക് പോയി നിൽപ്പുണ്ട്. നമ്മളൊക്കെ ഒരു വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണോ? റോസ്റ്റ്. നമ്മളൊരു വീട്ടിൽ വരും. ഞാനൊക്കെ ഒരു ശകലേ കഴിച്ചുള്ളൂ. നമ്മളത് കാര്യം വിശപ്പുണ്ടെങ്കിലും നമ്മളതങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. എന്നാന്നറിയാലേ, നമുക്ക് നമ്മുടേതായ ഇത് കീപ്പ് ചെയ്യണ്ടേ അല്ലേ ജോണേ? ജോണ് പിന്നെ കുഴപ്പമൊന്നുമില്ല. ജോണ് ഒരു 5 പെറോട്ടയും. ഇവിടെയൊക്കെ ചെറിയൊരു വീടാണ് കേട്ടോ. വീടിൻ്റെ അകമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ വന്നുകൊണ്ട് ഫംഗ്ഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഫംഗ്ഷൻ 6 മണിയോട് കൂടിയേ തുടങ്ങത്തുള്ളൂ. അന്നേരം മറ്റ് കാര്യങ്ങളൊക്കെ വരും. മറ്റേ പാട്ടും കൂത്തും ലൈറ്റും അറേഞ്ച്മെൻറ്റും എല്ലാം വരും കേട്ടോ. മതി
പോരെ സാമ്പാർ വേണോ സമ്മന്തി വേണോ ബീഫ് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സാമ്പാർ സമ്മന്തി. എനിക്ക് ഭയങ്കര അലർജിയാ മക്കളെ. പള്ളിയിൽ ഞാൻ എടുക്കണ്ടേ? പള്ളിയിൽ എടുക്കേണ്ട സാധനം നോയമ്പോ പള്ളിയിൽ കഴുന്നെടുക്കേണ്ട ആളാണ് നല്ല ബീഫ് പിടിക്കുന്നത് കേട്ടോ. കഴുന്നെടുക്കുന്നതിന് ബീഫ് കഴിക്കരുതൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നും കേട്ടോ, അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനി ഞങ്ങൾ പോവാട്ടോ. പോവാട്ടോ. സന്തോഷം. ഇനി ബാംഗ്ലൂരിൽ കട. ദൈവമേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത്രയും നേരം. ചേട്ടൻ പൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റാ. ചേട്ടനും അതെ, മോനും അതെ, എല്ലാരും പൊളിയാട്ടോ. അപ്പൊ പൊക്കോട്ടെ. അപ്പൊ നമ്മളിങ്ങനെ വന്ന് ജെസ്സിയുടെ വീട്ടിൽ വന്ന് കയറി താമസമൊക്കെ കൂടി നല്ല ഫുഡൊക്കെ കഴിച്ചു. തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ? 2 വീടിൻ്റെ ഇപ്പുറത്ത് പള്ളി കേട്ടോ. അപ്പം നല്ല അടിപൊളി പരിപാടി ചെയ്തു കൂടി, ഒത്തിരി സന്തോഷമായി കേട്ടോ. നല്ല പള്ളിപ്പെരുന്നാളായിരുന്നു തോന്നുന്നു. ഇവിടെ ഇച്ചിരി കട്ടറുണ്ട്. ഇനി ഇവിടെ വഴി ഒരു ശകലം ഞങ്ങൾ എളുപ്പവഴി നോക്കി വന്നതാണ്. ഇവിടെ ഒരു ഇച്ചിരി കട്ടറാ കേട്ടോ. ബാക്കിയൊക്കെ നല്ല സെറ്റ് വഴിയും കാര്യങ്ങളും നോക്കിയാൽ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ പ്രദേശം. ഇത് സ്ഥലപ്പേര് എന്നായിരുന്നിട്ടാ പറഞ്ഞേ? മുളകരമേടോ? മുളകരമേട് ഒക്കെ ഇവിടെയൊക്കെ ഞാൻ അതെ, അടിപൊളി രസമായിരുന്നു സത്യം. നല്ല തമാശയും നല്ല ചിരിയും അല്ലേ, അടിപൊളിയായിരുന്നു. എന്നാ പറഞ്ഞാലും കുറച്ച് സമയമുള്ളതിലും തകർത്തു ഞങ്ങള്. സന്തോഷം. അതെ അതെ, ഇത്രയും വലിയ സിറ്റിയാ. എത്ര ഷട്ടർ അടച്ചിട്ടേക്കുന്നല്ലേ. ആ ശരിയാ, കണ്ടു. ആ ഇത് വാടകയ്ക്കെന്നും പറഞ്ഞോണ്ടേ മെയിൻ സിറ്റിയാ, കട്ടപ്പന സിറ്റി. ഇത്രയും ടൗണിനകത്ത്. അതെ അതെ അതെ, വാടകയ്ക്കൊന്നും കുറവാണെങ്കിലോ കറണ്ട് കാശോ അതിന്റെ അപ്പുറമായിരിക്കും. ചേച്ചി മറ്റേ തട്ടുകട നടത്തുന്നില്ലേ, അമ്മമാർക്ക് എങ്ങനെയാണെന്നറിയോ? ഈ അമ്മമാര് വലിയ ഷോറൂമിന്റെ ഫ്രണ്ടിലൊക്കെ, ഈ തുണിക്കട ഫ്രണ്ടിലൊക്കെ തട്ടുകട നടത്തേ. അപ്പം ഡെയിലി 1000 രൂപ മറ്റേ കട അടയ്ക്കുമ്പോ അമ്മ തുടങ്ങും പരിപാടി. രാത്രി 12 മണിയാകുമ്പോൾ പോവില്ലോ, വൃത്തിയാക്കിട്ട് പോകും. അപ്പൊ അവന് കട വേണമല്ലോ, ഷട്ടർ ഇല്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ അവന് ആ സ്ഥലം കിട്ടി 1000 രൂപ ഡെയിലി, മാസം 30,000 രൂപ. അതെ, കട്ടപ്പന സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ വന്ന് മേടിച്ച്, ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ക്രിസ്മസിന് വലിയൊരു ട്രീ മേടിക്കണം. വലിപ്പമുള്ള, ഇച്ചിരി കൂടെ വലിപ്പം കൂടിയൊരു ട്രീ മേടിക്കണം. ഇതാണ് കട്ടപ്പന പുതിയ സ്റ്റാൻഡ് കേട്ടോ. വണ്ടിയെ പോകുമ്പോഴേ ഇത്രയും നല്ല ക്ലിയറായിട്ട് കാണിച്ചു തരാനൊക്കെ പറ്റത്തുള്ളൂ. ഏത് കടയിലോ പോകുന്നത്? അപ്പം ഇവിടെയാണ് കേട്ടോ കട്ടപ്പന ഫെസ്റ്റ് നടക്കുന്ന സ്ഥലം. നമ്മൾ കയറുന്നില്ല, എന്താണെന്ന് വെച്ചാൽ സന്ധ്യ കഴിഞ്ഞ് വന്നെങ്കിലേ വലിയ കാര്യമുള്ളൂ. വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പകർന്ന് വന്നിട്ട് നമ്മൾ കുറെ പക്ഷേ വർക്ക് ചെയ്യുമ്പോൾ പരിചയമില്ലേ, സന്ധ്യയാകുമ്പോഴാണ് എല്ലാവരും വരുന്നത് കേട്ടോ. ഇതെല്ലാം ഉണ്ടല്ലോടാ ആശുപത്രിയില് 3 പേരൊക്കെ വെച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇതിൻ്റെ അകത്തെ അമ്യൂസ്മെന്റ് പാർക്ക് വെള്ളത്തിനകത്തൂടെ അതായത് ആൾക്കാർക്ക് വന്നുണ്ടോ? അതിനൊക്കെ കയറാൻ ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ സമയം ഉണ്ടായി കഴിയുന്നതിന് മുമ്പേ പിന്നെ വേറൊരു ദിവസം വരാം. ഇതിപ്പം പോയേക്കാം. അതേന്നെ, വണ്ടി ഇടാനും എവിടെയെങ്കിലും മുകളിലൊക്കെ ഇട്ടിട്ട് നടന്നു വരണം അല്ലേ പാർക്കിങ്ങിൻ്റെ അവിടേക്ക്. ഇപ്പോൾ ഭയങ്കര തിരക്കുമായിരിക്കും പാർക്കിങ്ങിൻ്റെ അവിടേക്ക്. ഉണ്ടോ, നല്ല രസമുണ്ട്. ഇന്നലെ അമ്മുവൊക്കെ ഇങ്ങനെ ഇതിനെ വെള്ളം എൻ്റെ അമ്മോ സെറ്റ് അല്ലേ അച്ഛാ? ഇതെന്നെ ഫോണൊക്കെ പിടിച്ചോണ്ട് അവിടെ പോവാ. അപ്പം നീ നമ്മുടെ വഴിക്ക് സെറ്റാകുന്നുണ്ട് കേട്ടോ. അത് JCB ഒക്കെ വന്നു. പടലങ്കല്ല ചേട്ടൻ അല്ലേ? എന്നാ ഉണ്ട് തങ്കച്ചൻ ചേട്ടാ? ഉണ്ടോ നനങ്ങാതെ നിൽക്കുന്നത്? തൊഴിലുറപ്പ് കഴിഞ്ഞ് പോയതുകൊണ്ടായിരിക്കും. അതെ അതെ.
ഇവിടെ കുത്തി പൊടിക്കുവോ? പൊടിക്കുവോ ഇതേപോലെ? ആ കോൺക്രീറ്റ് ആണോ? പിന്നെ പിന്നെ നമ്മുടെ റോഡാ ടാറിങ്ങല്ലേ? കോൺക്രീറ്റ് ആണോ? ആ അതാകുമ്പോ പിന്നെ പോകാതെ നടന്നോളൂ അല്ലേ? ആണോ? 2 വീല് മാറ്റാൻ പോകണോ? സെറ്റപ്പ് ആക്കാൻ പോകണോ? പുതിയ മേടിച്ചോ? ആ നിന്റെ അച്ചോട് വരാം അങ്ങോട്ട് മുറ്റത്തിനോടോട്ട് കയറുന്നോടും കൂടെ സെറ്റാക്കേ. രണ്ടാളുമാർക്ക് സൈക്കിൾ ചെയ്യോട്ടെ. അല്ല അവിടെ കൂടെ ഇവിടെ. ആ അത് ശരിയാ. അല്ല അത്രയും കൂടി ചെയ്തതല്ലേ അല്ലേ? സൂപ്പറാവും. അടുത്തോ ഒന്ന് വിളിഞ്ഞു നോക്കുന്നത്. ആ ഇനി അടിച്ചു പൊളിച്ച് സൈക്കിൾ ചെയ്യോട്ടാടാ. അങ്ങനെ നമ്മള് കേരളാസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നേക്കാണ് കേട്ടോ. എന്റെ മോന്റെ ഒന്നും പറയണ്ട, പൊളിയെന്നല്ല പൊപ്പൊളിന്ന് വേണം പറയാനായിട്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ഫാമിലി കേട്ടോ. ദൈവമേ ഞാൻ തമ്പുരാനോട് ആദ്യം നന്ദി പറയുന്നത്. കാരണം അയ്യോ സത്യമായിട്ടും എന്തൊരു സ്നേഹം, എന്തൊരു എന്നതാന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു ഫാമിലി. നമ്മൾ ഒന്നാമത്തെ കാര്യം ജെസ്സിയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ ചേട്ടനായിട്ട് സംസാരിച്ചിട്ടില്ല, മക്കളുമായിട്ട് സംസാരിച്ചിട്ടില്ല. പിന്നെ ഇപ്പം അല്ലാണ്ട് ഇപ്പം കേരളാസം നടക്കുന്ന ഫാമിലിയായിട്ട് നമുക്ക് ഒരു ടച്ചും ഇല്ല, ഒരു പരിചയമില്ല. പക്ഷെ നമുക്ക് ഒത്തിരി നാളായിട്ട് പരിചയമുള്ള മാതിരിയുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ അവിടെ ചെന്നിട്ട്. പിന്നെ ശരിക്കും എൻ്റെ ആവേശം കൊണ്ട് ഞാൻ എന്തൊക്കെയാ പറയുന്നത് പോലും അറിയത്തില്ല കേട്ടോ. എനിക്ക് നമ്മൾ എറണാകുളത്ത് പണ്ടൊരു അമ്മയുടെ വീട്ടിൽ പോയില്ലേ, എൻ്റെ ചേച്ചിക്കുട്ടിയുടെ വീട്ടിൽ, ആ വീട്ടിലൊക്കെ ചെന്നപ്പോഴത്തെ മോൾക്ക് തന്നെ ഒരു ഫീലിങ്സ്. നമ്മുടെ കൃഷ്ണമോളുടെ വീട്ടിലോട്ട് ചെല്ലില്ലേ, അപ്പോഴെ ചെല്ലുമ്പോഴത്തെ കോയമ്പത്തൂർ, അങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ഇവിടെ ചെന്നിട്ടും. ചേട്ടനാണ് കേസാണ്. അയ്യോ എടി നീ ഈ നൈറ്റി ഇട്ടുണ്ടാണോടി വീഡിയോക്കകത്തൊക്കെ നിന്നത്, കഷ്ടമായിപ്പോയി അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ എഡിറ്റ് ചെയ്ത് ചുരിദാറാക്കിയേക്കാന്ന്. അപ്പോൾ പാൻറ്റിനുണ്ടെങ്കിൽ പാൻറ്റൊക്കെ ഞാൻ സെറ്റാക്കി അന്ന് ഒരു കാര്യം ചെയ്യണേ, ഞാൻ ഷർട്ടിൽ ലുങ്കിയല്ലേ എടുക്കുന്നത്, എൻ്റെ ഈ ലുങ്കി മാറ്റിയിട്ടൊരു പാൻറ്റും കൂടെ ആക്കിയേക്കണേ എഡിറ്റ് ചെയ്യുമ്പോഴേ. വ്യത്യാസം വെച്ചാൽ വ്യത്യാസമായിരുന്നു കേട്ടോ. പിന്നെ ഇളയ മോന് വരാൻ പറ്റില്ല, അവനൊരു ജോലി കിട്ടി, പഠിച്ചിറങ്ങി എന്നാലും തന്നെ ജോലി കിട്ടി. പക്ഷെ അവന് ലീവ് കിട്ടാതെ എങ്ങാണ്ട് വന്നു, അതുകൊണ്ട് അവൻ വന്നിട്ടില്ല. അവനെ കൂടെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മൂത്ത മോനുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ മുതലേ എൻ്റെ പുറകെ നടന്ന് ഒരു 3 പ്രാവശ്യം ചോദിച്ചതാണ്, സിന്ധമ്മേ പൊറോട്ട കഴിക്കുന്നില്ലേ, സിന്ധമ്മേ പൊറോട്ട കഴിക്കുന്നില്ലേ, എന്നാന്നോ പൊറോട്ട കുരിശിയത്. നാളെക്കേട് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. അപ്പോൾ പൊറോട്ട കഴിക്കുന്നു നല്ല ഫുഡും ഒക്കെ ആയിരുന്നു. ലൈവായിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഉച്ചയ്ക്കൊക്കെ റൈസും ചിക്കനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ 3 മണി കഴിഞ്ഞല്ലേ പോയത്, അതുകൊണ്ട് ലൈവായിട്ടത് ദോശ, സാധാ ദോശ, നെയ് റോസ്റ്റ്, മസാല ദോശ, ചപ്പാത്തി, പൊറോട്ട, ഓംലേറ്റ്, റൈസ്, ചിക്കൻ കറി, പോത്ത് കറി, മീൻ കറി, കപ്പ, പിന്നെ എന്തായിരുന്നു, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മേ ഞാനൊരു പൊറോട്ട കഴിച്ചു, ഇച്ചിരി പോത്തുകറിയും കഴിച്ചു. പിന്നെ ഒരു ലൈവായിട്ട് ഒരു കുഞ്ഞു ദോശ മേടിക്കാനായിട്ടാണ് ഞാൻ ചെന്നത്. സാധാ ഒരു ദോശ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നെയ് റോസ്റ്റ് ഏത് ദോശ ചേച്ചിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. മസാല ദോശ വേണോ, സാധാ ദോശ വേണോ, നെയ് റോസ്റ്റ് വേണോ? അപ്പം ഞാൻ പറഞ്ഞാൽ നെയ് റോസ്റ്റ് എന്നൊക്കെ ഉടനെ ആണ് ഇപ്പം തരാൻ ചേച്ചി ലോയിക്കോട്ടോ, അതോ ഇത്രയും വലിയ നെയ് റോസ്റ്റ്. എൻ്റെ അമ്മ പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റും. എന്നിട്ട് നെയ് റോസ്റ്റും കഴിച്ചു. അതിൻ്റെ ഒരു പകുതി വരെ കൂടെ ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് പിന്നെ രക്ഷയില്ലെന്നായി. വയറ് നിറച്ച് കഴിച്ചു. ചേട്ടായി കഴിച്ചത് റൈസും കപ്പയും മീൻകറിയും ബീഫ് കറിയും അങ്ങനെ കണ്ട ജോണും ഒക്കെ കഴിച്ചത്. ചേട്ടായി ഞാനും ഐസ്ക്രീം കഴിച്ചില്ല, ജോൺ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇവർ പോയുണ്ടല്ലോ ഓരോ കട്ടൻ ചായ കുടിച്ചേ. ചേട്ടായും ജോണും കട്ടൻ ചായ കുടിച്ചു. തൊട്ട് പറയും എല്ലാവരും വന്ന് കട്ടൻ ചായ കുടിക്കുക. അപ്പം ഞാൻ പറയാം എല്ലാവരും ഇതാന്ന് വാർത്തോണ്ട് വന്നതാ ചേട്ടായി. അപ്പം എല്ലാം കൊണ്ടും പൊളിയായിരുന്നു. കുറച്ച് സമയം നമുക്ക് അവിടെ ചിലവഴിക്കാൻ പറ്റുള്ളൂ. കാരണം ജോണിനും വന്നിട്ട് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അതല്ലേ ചേട്ടായിക്ക് ചെവിവേദന ആയതുകൊണ്ടേ ചെവിക്ക് ഇപ്പം വേദന ഇച്ചിരി കുറവുണ്ട്. എന്നാലും കാറ്റൊക്കെ അടിക്കുകയും ഒത്തിരി അവരോട് ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കാട്ടി കാറ്റാണ്. ഒരു മലയുടെ ഒരു ഇതൊക്കെ പ്രകൃതിയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒത്തിരി സമയം ഇതാകാണ്ട് പോന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് പോന്നു. അതുകൊണ്ട് ഞങ്ങൾ കട്ടപ്പന ഫെസ്റ്റും കൂടെ കണ്ടിട്ട് വരാമെന്ന് തോന്നുന്നു. പക്ഷേ ഈ സന്ധ്യ ആയില്ല, 5:30 ആയതേ ഉള്ളൂ. 5:30 6 മണി ആകാറായിരുന്നു തോന്നുന്നു. അന്നേരം പിന്നെ നമ്മൾ ഈ ലൈറ്റും വെട്ടമൊക്കെ ആയി പിന്നെ ലേറ്റായി താമസിക്കുക. എന്നാൽ പോയേക്കാൻ ചേട്ടായി വയ്യല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പോകുന്നു കേട്ടോ. അപ്പോൾ ഫെസ്റ്റിന് കയറിയില്ല. ചേട്ടായി ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ ഇപ്പോൾ ഒരു 2 കോടി ചേട്ടായി സംസാരിച്ചേനെ. കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജോൺ അവിടെ ഇവിടെ വരെ പറയായിരുന്നു നല്ലൊരു ഫാമിലി അല്ലേ ചേച്ചി, നല്ലൊരു ഫാമിലി. ചേച്ചിക്ക് എന്നാ പറയാനും ആൻറ്റിക്ക് എന്നാ ആൻറ്റിക്ക് സ്നേഹമുള്ള ഇങ്ങനത്തെ നല്ല നല്ല ആൾക്കാരെ ദൈവം തരുന്നില്ല ആൻറ്റി. ഇത് ഇപ്പം ജോണിനെ എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ മിക്ക ആൾക്കാർക്കും അറിയാം യൂട്യൂബിലത്തെ.
അപ്പൊ ചെന്ന് ഞാൻ ചോദിച്ചു ഇയാളെ അറിയാമെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു പിന്നെ നമ്മുടെ ജോഡല്ലേ ഇത്. അപ്പൊ എന്നെ എല്ലാവർക്കും അറിയാമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ബോഡി ഗാർഡാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ജെസ്സിയുടെ ഹസ്ബൻഡ് ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ ആദ്യം കണ്ടപ്പോഴത്തേനും ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ജോണ്. നമ്മുടെ ജോണോ? ഞങ്ങളുടെ ജോഡായത് പേര് ജോഡ് പറ. ഞാനിവരുടെ ബോഡി ഗാർഡാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷമായിരുന്നു. ഇനി ബാംഗ്ലൂർ ചെന്നേക്കണമെന്നാണ് അടുത്ത ഓർഡർ ഇട്ടിരിക്കുന്നത്. ഇനി ബാംഗ്ലൂർ വന്നാൽ കാണുന്നത് കേട്ടോ. സിന്ധുമേ വന്നേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവരെ രണ്ടുപേരോട് പ്ലാൻ ചെയ്തായിരുന്നു എന്ന് നമുക്ക് ബാംഗ്ലൂർ പോകണം, എത്ര രൂപയുടെ പെട്രോൾ വേണ്ടി വരും, എന്നാണെങ്കിലും നമുക്ക് ബാംഗ്ലൂർക്ക് പോകണം അല്ലേ സിനിമാമ, അല്ലേ മാമ, പോകണം അല്ലേ മാമ, അല്ലേ മാമ എന്ന് പറഞ്ഞു രണ്ടുപേരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് പിടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഓർക്കാപ്പുറത്ത് ഇനി ഒരു പ്രാവശ്യം നമ്മൾ ബാംഗ്ലൂർക്കും പോകാനായിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ നടത്തി തരണം അല്ലേ. അപ്പോൾ നമ്മളെ ബാംഗ്ലൂരിൽ നിന്ന് 2-3 പേര് വിളിക്കാറുണ്ട്. നമുക്ക് 2-3 ഫാമിലി ഉണ്ട് ബാംഗ്ലൂര്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ സർപ്രൈസ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഉള്ളിലെ സന്തോഷങ്ങൾ മൊത്തം ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്താൽ കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ സന്തോഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല വീടിൻ്റെ ഓർഡർ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ കേട്ടോ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതലും ആ വെല്ലോട്ടോടെ ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.